എന്തോ ഇപ്പോഴും അതുപോലെ തന്നെയായിരിക്കും. ഇല്ല. എന്തിന് മട്ടനാ? ഹലോ ഗായ്സ്, അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നിങ്ങൾ ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണ്. അപ്പം ഇന്നത്തെ വീഡിയോ ഇസ് വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. അപ്പം ഇന്നത്തെ ദിവസം ഞാൻ ഫുഡ് കഴിക്കുമ്പോൾ ഉള്ള ഷോർട്സ് അല്ലെങ്കിൽ ക്ലിപ്സ് ആയിരിക്കും ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാൻ പോകുന്നത്. കംപ്ലീറ്റ് ഡേയിലുള്ള കാര്യങ്ങൾ ഞാൻ കാണിക്കില്ല, ബിക്കോസ് ഇത് ഡേ ഇൻ മൈ ലൈഫ് അല്ലല്ലോ. അപ്പം വാട്ട് ഐ ഈറ്റ് ഇൻ എ ഡേ. ഞാനിപ്പോൾ ഇവിടെ സമയം 10:15. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാം. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് എന്താണെന്ന് നോക്കിയാലോ. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയും ചമ്മന്തിയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റിലൊരു കാര്യമാണ് ഇഡ്ഡലിയും ചമ്മന്തിയും. അപ്പം ഞാൻ 2 ഇഡ്ഡലിയാണ് എടുത്തത്, തേങ്ങ അരച്ച ചമ്മന്തി. അപ്പോൾ ഞാൻ എങ്ങനെ കഴിക്കുന്നത് വെച്ചാൽ, എനിക്ക് കറി ഒരുപാടും മെയിൻ ഇത് ഇച്ചിരിയാണ് ഇഷ്ടം. അപ്പം ഞാൻ 2 ഇഡ്ഡലി ആണെങ്കിലും എനിക്ക് ഒരുപാട് കറി വേണം. നിങ്ങളും എന്നെപ്പോലെ ഒരുപാട് കറി കഴിക്കുന്നതാണോ എന്ന് കമൻസിൽ പറയേ. അപ്പോൾ ഞാൻ ഈ 2 ഇഡ്ഡലി കഴിക്കുന്നതിന് മുമ്പ് ഞാൻ പറഞ്ഞല്ലോ, വെള്ളം എപ്പോഴും ഞാൻ ഒരുപാട് കുടിക്കും. ഓക്കെ, അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുമ്പാണെങ്കിലും വെള്ളം കുടിച്ച് എൻ്റെ പൈപ്പൊക്കെ ക്ലിയർ ആക്കിയിട്ട്, അതാകുമ്പോഴത്തേക്കും ഫുഡ് കഴിക്കുമ്പോഴത്തേക്കും സ്മൂത്തായിട്ട് ഫുഡ് ഇറങ്ങിപ്പോവല്ലോ. അപ്പോൾ വെള്ളം ഒരുപാട് കുടിക്കാം. അപ്പം ഞാൻ കഴിക്കുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും നിങ്ങളുടെ ബ്രേക്ക്ഫാസ്റ്റ്, നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് പറയൂ, കമൻസിൽ പറയൂ. അപ്പോൾ എനിക്കെന്ന് പറഞ്ഞാൽ പൊതുവേ ബ്രേക്ക്ഫാസ്റ്റ് ലൈക്ക് ഒന്നിൽ ദോശയും സാമ്പാറും ആയിരിക്കും, അല്ലെങ്കിൽ ദോശയും ചമ്മന്തിയും. പിന്നെ എനിക്ക് ടൊമാറ്റോ ചട്നിയും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്കിഷ്ടമുള്ളത് അപ്പവും വെജിറ്റബിൾ കറിയും ഇഷ്ടമാണ്. അപ്പം ഈ ഇത്ര സാധനങ്ങളൊക്കെയാണ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഞാൻ പ്രിഫർ ചെയ്യുന്ന, അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളത്. അപ്പോൾ അല്ലെങ്കിൽ മുട്ടക്കറിയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഹലോ ഗൈസ്, അപ്പം ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ പുറത്തോട്ട് പോകാൻ പോവാം. ക്രിസ്മസിൻ്റെ കുറച്ച് ഡെക്കറേഷൻസ് വാങ്ങാൻ വേണ്ടി പുറത്ത് പോവാം. അപ്പോൾ ടാറ്റ, ഇനി നമുക്ക് ലഞ്ചിന് കാണാം. ബൈ. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇടയ്ക്ക് വെച്ച് ഈ ഒരു സാധനം കഴിച്ചായിരുന്നു. ഇതെന്താണെന്നറിയാമോ? ഇത് ഡാർക്ക് ആൽമണ്ട് ചോക്ലേറ്റാണ്. ഇതിൻ്റെ ഒരു 5-6-7 പീസ് കഴിക്കാൻ തോന്നുന്നു. ഇപ്പോൾ വാങ്ങിച്ചതാണ്. ഇത് സൂപ്പർ ടേസ്റ്റായിരുന്നു. അപ്പോൾ ഇപ്പോൾ സമയം 2:30, ലഞ്ച് കഴിക്കാൻ ടൈമായി. നമുക്ക് ലഞ്ച് എന്താണെന്ന് കണ്ടാലോ. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് മട്ടൻ ബിരിയാണിയാണ്. വീട്ടിലുണ്ടാക്കിയ മട്ടൻ ബിരിയാണിയാണ്. കൂടെ ബീഫ് റോസ്റ്റ് ഉണ്ടായിരുന്നു, പിന്നെ പുതിന ചട്നി ഉണ്ടായിരുന്നു. അതൊരു റൈത്ത പോലെ, നമ്മൾ സാധാരണ സാലഡ് കഴിക്കില്ല അതേപോലെ ഇത് പുതിന ഇല തൈരിലിട്ടിട്ട് മിക്സിയിലിട്ട് അടിച്ചെടുക്കുമ്പോഴത്തേക്കും കിട്ടുന്നതാണ് പുതിന റൈത്ത. പിന്നെ ഞാൻ ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് ആസ് യൂഷ്വൽ ഞാൻ വെള്ളം കുടിക്കുന്നുണ്ട്. വെള്ളം കുറേ കുടിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഫുഡ് കഴിക്കുന്നതിന് ആ ക്വാണ്ടിറ്റി ആക്ച്വലി അത് കുറയ്ക്കാൻ വേണ്ടി സഹായിക്കും. നമ്മൾ കുറേ വെള്ളം കുടിക്കുമ്പോഴത്തേക്കും അതാണ് അതിൻ്റെ ഗുണം. ഇറ്റ്സ് ആക്ച്വലി നൈസ്, നല്ലതാണ്. അപ്പോൾ ഞാൻ അതാണ് ചെയ്യാറ്. പിന്നെ എനിക്ക് ക്വാണ്ടിറ്റീനെക്കാട്ടിലും കൂടുതൽ എനിക്ക് ഫുഡ് കുറേ ഐറ്റംസ് കഴിക്കാനാണ് ഇഷ്ടം. അപ്പോൾ പിന്നെ ഇവിടെ ഫ്രൈഡേ ആണ്, വീട്ടുകാരൊക്കെ വീട്ടിലുള്ള ദിവസം. അപ്പോൾ ഇവിടെ വീട്ടുകാരുണ്ട്. ആ സമയത്ത് ഈ സറൗണ്ടിങ്ങിൽ അവർ TV വെച്ചിട്ടുണ്ടാവും, അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുന്നുണ്ടാവും, അച്ഛനും അമ്മയും. അതുകൊണ്ടാണ് ഞാൻ വോയിസ് ഓവർ ചെയ്യുന്നത് ഓഡിയോ മ്യൂട്ടാക്കിയിട്ട്. അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കുന്നത് നല്ല ഫോക്കസ്ഡ് ആയിട്ട് ഫുഡ് കഴിക്കുക, ഇടയ്ക്ക് അവരുടെ അടുത്ത് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഫ്രൈഡേയ്സ് അല്ലെങ്കിൽ ഹോളിഡേ ഉള്ള ദിവസം, ലീവുള്ള ദിവസം നിങ്ങൾ ലഞ്ച് എങ്ങനെയാണ് കഴിക്കുന്നത്, നിങ്ങളുടെ ഫേവറേറ്റ് ലഞ്ച് ഓപ്ഷൻസ് എന്തൊക്കെയാണ്? അപ്പം എല്ലാ ദിവസവും ഇങ്ങനെ ഗ്രാൻഡൊന്നും അല്ല കേട്ടോ. അല്ലാത്ത ദിവസങ്ങളിലൊക്കെ പൊതുവേ ചോറും എന്തെങ്കിലുമൊക്കെ കൂട്ടാൻ, തോരനും മെഴുക്കുവരട്ടിയും, അങ്ങനെ ഒരു നോൺ വെജ് ചിക്കനോ മുട്ടയോ അങ്ങനെ എന്തെങ്കിലും, മീനോ എന്തെങ്കിലുമൊക്കെ കാണും. അപ്പോൾ അതാണ് യൂഷ്വലി മൈ ലഞ്ച്. അപ്പം ഞാൻ ഇത് കഴിച്ച് തീർക്കട്ടെ. അപ്പം ഞാൻ എന്താ ഓൾമോസ്റ്റ് എല്ലാം കഴിച്ച് കഴിഞ്ഞു. പ്ലേറ്റ് കാലിയാക്കി ഗൈസ്. ഹലോ ഗൈസ്, അപ്പം ഞാൻ തിരിച്ചു വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ സമയം 7 മണിയാണ്. അപ്പം നമുക്ക് ഡിന്നർ കഴിക്കാൻ സമയമായി. ഞാനിപ്പോൾ ഡിന്നർ നേരത്തെയാണ് കഴിക്കുന്നത്. അപ്പം നമുക്ക് ഡിന്നർ കഴിച്ചാലോ. അപ്പോൾ ഇന്നത്തെ ഡിന്നർ എന്ന് പറയുന്നത് പിസ്സയും ഒരു പീസ് ചെറിയ സാൻഡ്വിച്ചും ഒരു ഫറ്റായർ എന്ന് പറയുന്നൊരു ക്രോസോണ്ടുമാണ്. അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ വാങ്ങിയത്, ലൈക്ക് ഈവനിങ് വാങ്ങിയതിൻ്റെയൊക്കെ ബാക്കിയാണ് ആക്ച്വലി.
അപ്പം ഞാൻ പൊതുവേ ആസ് യൂഷ്വൽ ഞാൻ കുറേ വെള്ളം കുടിക്കുന്നുണ്ട്, എന്നിട്ടാണ് ഡിന്നർ കഴിക്കാൻ പോകുന്നത്. അപ്പം എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഡിന്നറിന് ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയങ്കര ഹെവി ആയിട്ട് കഴിക്കുന്നതിനെക്കാട്ടിലും ഇതേപോലെ ചെറിയ ബ്രെഡ് പോലത്തെ സാധനങ്ങൾ കഴിക്കാനാണ് ആക്ച്വലി ഇഷ്ടം. ഇതൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ എപ്പോഴും ചിലപ്പോൾ ബന്നായിരിക്കും, ബ്രെഡായിരിക്കും, അങ്ങനെ എന്തെങ്കിലും. ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ മാത്രം ഞാൻ ഒരു ചപ്പാത്തിയും കറിയും എല്ലാം കഴിക്കും. ഇപ്പം ഈ സൗണ്ട് നിങ്ങൾ കേൾക്കുന്ന എൻ്റെ പൂച്ച ഇവിടെ ഇരുന്ന് കരഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ അതാണ് സംഭവം. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഡിന്നർ ഇതായിരുന്നു. ഇത് കഴിഞ്ഞ് ഇപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ നേരത്തെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വെള്ളവും കുടിച്ചിട്ട് ഇനിയും പുറത്തോട്ടേ പോവുമായിരിക്കും. അപ്പോൾ ഈ കഴിക്കുന്ന ഈ ക്രോസോണ്ടാണെങ്കിലും ഒക്കെ നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. എനിക്കിങ്ങനത്തെ ഇന്ത്യൻ ഫുഡിനേക്കാളും ബ്രേക്ക്ഫാസ്റ്റ് എനിക്ക് ഇന്ത്യനെ ഇഷ്ടം, അല്ലാതെ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടം. ആൻഡ് പിസ്സയിൽ നിങ്ങളുടെ ഫേവറേറ്റ് എന്താണെന്ന് പറയണം. എൻ്റെ പെപ്പറോണി പിസ്സയാണ് എൻ്റെ ഏറ്റവും ഫേവറേറ്റ്. എനിക്ക് ഭയങ്കര ഇഷ്ടം, ഭയങ്കര ടേസ്റ്റുമാണ്. അപ്പം ഇതിനകത്ത് ആ കാണുന്ന ഓരോരോ പീസസ് പെപ്പറോണി. അപ്പം ഞാൻ ഫുഡ് ഭയങ്കര എൻജോയ് ചെയ്ത് അത്രയ്ക്ക് ഇതായിട്ടാണ് ഞാൻ കഴിക്കുന്നത്. അപ്പം ഇതായിരുന്നു എൻ്റെ ഡിന്നർ. ഞാൻ ഇത് മൊത്തത്തിൽ കഴിച്ചു. അപ്പം ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി വയറ് നിറഞ്ഞു. പിന്നെ എനിക്കിപ്പോൾ പീരിയഡ്സ് കൂടെ ആണ്, അതുകൊണ്ട് എനിക്ക് ബ്ലോട്ടിങ്ങും ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഫുഡ് കഴിക്കുന്ന അളവ് കുറവാണ് നല്ലപോലെ. അപ്പോൾ ഞാൻ ഈ കഴിച്ച ക്രോസോണ്ട് എനിക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് ഞാൻ ബാക്കി അമ്മയ്ക്ക് കൊടുത്തു. അപ്പോൾ ഇതൊക്കെയാണ് ഞാൻ ഇന്ന് രാത്രി ഡിന്നറിന് കഴിച്ചത്. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ തിരിച്ച് വന്നു. അങ്ങനെ ഞാൻ ഡിന്നർ കഴിച്ച് കഴിഞ്ഞു. ഇനി എന്താ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ പുറത്ത് പോകുമായിരിക്കും. കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടി വീട്ടുകാരോട് പുറത്തു പോകും. അപ്പം വീട്ടുകാരൊന്നും ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല, ഞാൻ മാത്രമേ ഡിന്നർ കഴിച്ചുള്ളൂ. അവരിനിയും നൈറ്റ് ആവും, ലൈക്ക് 10-10:30 ആവും അവർ ഫുഡ് കഴിക്കുമ്പോൾ. അപ്പോൾ ഞാൻ നേരത്തെ കഴിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇപ്പോൾ ഫോളോ ചെയ്യുന്ന വർക്കൗട്ടിൽ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിംഗ് സ്റ്റാർട്ടായി. അപ്പം അല്ലെങ്കിൽ ഞാൻ പൊതുവേ 7 മണിക്ക് ഫുഡ് കഴിക്കുന്ന സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി നോക്കി. ഇനി ഞാൻ 9-10 മണിക്ക് കഴിക്കുള്ളൂ. പിന്നെ എൻ്റെ കൂടെ ഫുൾ നേരവും എൻ്റെ വെള്ളം കാണും, പോയി ഫില്ല് ചെയ്യണം. അപ്പോൾ വെള്ളം കുടിക്കുക, സ്റ്റേ ഹൈഡ്രേറ്റഡ്. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ ദിവസം കഴിച്ച ഫുഡൊക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ഈ വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫർഗെറ്റ് ടു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നെക്സ്റ്റ് വീക്ക് ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. Until then, this is me, Aishu, signing off from Aishu's World. Bye.